ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 10ാം ക്ലാസ് ബയോളജി മലയാളം മീഡിയത്തിൻ്റെ 2ാം ചാപ്റ്ററിൻ്റെ ബാക്കി ഭാഗമാണ്. നമ്മൾ ഓൾറെഡി ഡാർവിനിസം, ലാമാർക്കിസം പോലത്തെ കാര്യങ്ങളെല്ലാം പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിമിറ്റേഷൻസും എങ്ങനെയാണത് പരിഹരിച്ചത്, നിയോ ഡാർവിനിസത്തിലൂടെ എങ്ങനെ അത് പരിഹരിച്ചു, അങ്ങനെ പരിഹാരമായി എല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് പരിണാമ വൃക്ഷത്തെക്കുറിച്ചാണ്, എവല്യൂഷണറി ട്രീ. ആദ്യം നമ്മൾ പഠിക്കുന്നത് ഇവിടെ ഒരു കോമൺ ഒരു പിതാമഹൻ, അങ്ങനെ പറയാം നമുക്ക്, ഒരു പൂർവികൻ, ഒരു പൊതുപൂർവികന് നമുക്കിവിടെ ഉണ്ട്. പൊതുപൂർവികൻ, ഇദ്ദേഹമാണ് പൊതുപൂർവികനുണ്ട്. ആ പൊതുപൂർവികനിൽ നിന്നാണ് നമുക്ക് വേറൊരു പൂർവികനെ കിട്ടുന്നത്. ആ പൂർവികനിൽ നിന്നും ബാക്ടീരിയകൾ ഉണ്ടാകുന്നു. യൂകാരിയ എന്നുള്ള ശരിയായ ന്യൂക്ലിയസ് ഉള്ള ജീവജാലങ്ങൾ ഉണ്ടാവുന്നു. ആ 2 തരമായിട്ട് മാറുകയാണ് ഈ പൊതുപൂർവികൻ. ബാക്ടീരിയകൾ ഉണ്ടാവുന്നുണ്ട്, ന്യൂക്ലിയസ് ഉള്ള വിഭാഗം ഉണ്ടാവുന്നുണ്ട്. അവർക്ക് എന്തായി, ഒരു പൊതുപൂർവികനെ കിട്ടി. ന്യൂക്ലിയസ് ഉള്ളവർക്കൊരു പൊതുപൂർവികൻ ഉണ്ടാവുകയാണ്. അദ്ദേഹമാണ് ഇത്. ഇതാണ് പൊതുപൂർവികൻ. ഇവിടെ നമുക്ക് 2 കൂട്ടർക്കൊരു പൊതുപൂർവികനുണ്ട്. ആ ന്യൂക്ലിയസ് ഉള്ള ജീവജാലങ്ങളുടെ പൊതുപൂർവികനിൽ നിന്ന് ആർക്കിയ എന്ന് പറഞ്ഞൊരു സ്വഭാവമുള്ളവരുണ്ടാവുന്നു. ഇവിടെയും വീണ്ടും ഒരു പൂർവികനെ കിട്ടുന്നു. ആ പൂർവികനിൽ നിന്ന് പ്രോട്ടിസ്റ്റ എന്നുള്ളവരും പ്ലാന്റ് എന്നുള്ള സസ്യജാലങ്ങളും ഉണ്ടാവുന്നു. പിന്നീട് വീണ്ടും ഒരു പൂർവികനെ കിട്ടുകയാണ്. അവരിൽ നിന്ന് ഫഞ്ചൈ എന്ന് പറഞ്ഞവരും അനിമേലിയ മൃഗങ്ങൾ എന്നുള്ളവരും ഉണ്ടാവുകയാണ്. നിങ്ങൾ ഇതിന് കുറുക്കു വഴിയൊന്നുമില്ല. ഈ ചിത്രം കാണാതെ പഠിക്കുക എന്നുള്ളതാണ് ഇതിലുള്ള കുറുക്കു വഴി. ഈ ഒരു ചിത്രം നിങ്ങൾ കാണാതെ പഠിക്കുക. ഒരു പൂർവികനുണ്ട്, അദ്ദേഹത്തിൽ നിന്നൊരു പൂർവികൻ ഉണ്ടാവുന്നു. അവരിൽ നിന്ന് ബാക്ടീരിയയും വേറൊരു വിഭാഗവും ഉണ്ടാവുന്നു. അതിൽ ആർക്കിയ വരുന്നു. ആർക്കിയ എന്ന് പറഞ്ഞാൽ ഇതാണ് ബാക്ടീരിയ. പിന്നെ ഒരു ന്യൂക്ലിയസ് ഉള്ള പൂർവികനെ കിട്ടുന്നു. അദ്ദേഹത്തിൽ നിന്ന് ഒരു പ്രോട്ടിസ്റ്റയുണ്ടാകുന്നു, പ്ലാന്റയും ഉണ്ടാകുന്നു. അവിടെ നിന്ന് തെറിച്ച് വീണ വേറൊരു പൂർവികനിൽ നിന്ന് ഫഞ്ചയും ഉണ്ടാകുന്നു, അനിമേലിയ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് കൂടുതൽ മനസ്സിലാവുന്ന കാര്യം എന്താ വെച്ചാൽ, ഫഞ്ചയും അനിമേലിയയും തമ്മിൽ കുറച്ചും കൂടിയും അടുത്ത ബന്ധമാണുള്ളത്. പ്രോട്ടിസ്റ്റയും പ്ലാന്റയും തമ്മിലും കുറച്ചുകൂടി അടുത്ത ബന്ധമുണ്ട്. ആർക്കിയ ഇവരുമായി ബന്ധമുള്ള ഒരാളാണ്. ബാക്ടീരിയ കുറച്ചും കൂടി നമുക്ക് ദൂരെയുള്ളൊരു ബന്ധുവാണ് എന്ന് മനസ്സിലാക്കാം. ആർക്കിയയും യൂകാരിയയും ബാക്ടീരിയകൾ പങ്കിടാത്ത ഒരു പൊതുപൂർവികനെ പങ്കിടുന്നു. ആർക്കിയയും യൂകാരിയയും അതാരാണ്? ആർക്കിയയും യൂകാരിയയും പങ്കിടുന്ന പൂർവികനെ ഞാൻ ഇപ്പോൾ വരച്ച് കാണിക്കാം. ഇപ്പോൾ നമ്മൾ സംസാരിച്ചത് ഇദ്ദേഹത്തെ പറ്റിയാണ്. പ്രോട്ടിസ്റ്റ, സസ്യങ്ങൾ, ഫംഗസ്, ജന്തുക്കൾ എന്നിവ ഒരു പൊതുപൂർവികനിൽ നിന്നും ഉണ്ടാവുന്നു. അത് പൊതുപൂർവികൻ ഇതാണ്. എന്നിവ ഒരു പൊതുപൂർവികനിൽ നിന്നാണ് രൂപപ്പെടുന്നത്. ഈ ഏറ്റവും പൊതുപൂർവികനായിട്ടുള്ള കോമൺ ആയിട്ടുള്ള ആളെ LUCA എന്നാണ് പറയുക. ബാക്കിയുള്ള ചുവപ്പുകളെല്ലാം ഇത് MRCA 1 ആയിട്ട് കണക്കാക്കാം, MRCA 2 ആയിട്ട് കണക്കാക്കാം, MRCA 3 ആയിട്ട് കണക്കാക്കാം, MRCA 4 ആയിട്ട് നമുക്ക് കണക്കാക്കാം. ഇത് നിങ്ങൾ ഒരു മരുന്നുമില്ല, കാണാതെ പഠിക്കുക. ചിത്രം വരച്ചില്ലെങ്കിലും ഈ ഒരു ഫ്ലോ ചാർട്ട് കാണാതെ പഠിക്കുക. ബാക്ടീരിയ, ആർക്കിയ, അതിൻ്റെ ഒരു സ്വഭാവം പഠിച്ചു വെക്കേണ്ടതെന്ന് വെച്ചാൽ, ഇങ്ങോട്ട് വരുന്തോറും ജീവിതം കുറച്ചും കൂടിയും കോംപ്ലക്സ് ആയിട്ട് വരികയാണ്. സസ്യങ്ങൾ വരുന്നുണ്ട്, കൂണുകളുടെ വിഭാഗം, പിന്നെ മനുഷ്യർ, പ്രോട്ടിസ്റ്റ, ഏറ്റവും എന്താ പറയുക, സിമ്പിളായിട്ടുള്ള ജീവജാലങ്ങളാണ് ബാക്ടീരിയ എന്ന് പറയുന്നത്. ഒരു പൊതുപൂർവികൻ സ്പീഷീസിൽ നിന്ന് പുതിയ സ്പീഷീസുകൾ ഉണ്ടാകുന്ന സ്പീസിയേഷൻ എന്ന പ്രക്രിയയിലൂടെയാണ് ഭൂമിയിൽ ജൈവവൈവിധ്യം രൂപപ്പെട്ടത്. ഈ പൂർവികൻ്റെ സ്വഭാവത്തിൽ, LUCA എന്ന് പറഞ്ഞ ആളുടെ സ്വഭാവത്തിൽ തന്നെ നിൽക്കുകയാണെങ്കിൽ കുറേ നീരക സാധനങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലേ? ഇതേ സ്വഭാവമുള്ളവരല്ലേ? അപ്പോൾ അതിൽ നിന്നും ഏറ്റവും കൂടുതൽ വൈവിധ്യമുള്ള പല ജീവജാലങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതിനെ പറയുന്ന പേരാണ് സ്പീസിയേഷൻ. സ്പീസിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പൊതുപൂർവികനിൽ നിന്ന് പൊതുപൂർവിക സ്പീഷീസിൽ നിന്ന് പുതിയ സ്പീഷീസുകൾ ഉണ്ടാകുന്ന പ്രതിഭാസത്തെ പറയുന്ന പേരാണ് സ്പീസിയേഷൻ. ഭൂമിയിലെ ജൈവ വൈവിധ്യം രൂപപ്പെട്ടത് അതുവഴിയാണ്. സ്പീഷീസുകളെല്ലാം അവസാനത്തെ സാർവത്രിക പൊതുപൂർവികരിൽ നിന്നും രൂപപ്പെട്ടതായും വ്യത്യസ്ത സ്പീഷീസുകൾക്ക് ഏറ്റവും അടുത്ത പൊതുപൂർവികർ ഉണ്ടാകാമെന്നും കണക്കാക്കപ്പെടുന്നു. ഈ LUCA എന്ന് പറയുന്ന
ഇദ്ദേഹമാണ് LUC എന്ന് പറയുന്ന ഇദ്ദേഹമാണ് സാർവത്രിക എല്ലാത്തിൻ്റെയും സാർവത്രിക പൊതു പൂർവികൻ, എല്ലാവരുടെയും തലമൂട്ടപ്പൻ എന്ന് വേണമെങ്കിൽ പറയാം. പിന്നീട് അവിടെ നിന്ന് വരുന്ന MRCAകളെ നമ്മൾ എന്ത് വിളിക്കാം? ഏറ്റവും അടുത്ത പൊതുപൂർവികൻ. പിന്നെ ഇംഗ്ലീഷ് നിങ്ങൾ പഠിക്കാൻ പോകണ്ട, അതാണ് നല്ലത്. MRCA LUCൻ്റെ ഒക്കെ ഫുൾ ഫോം ഉണ്ട്. മോസ്റ്റ് റീസെൻറ്റ് കോമൺ ആൻസസ്റ്റർ എന്നുള്ള പറയുന്നുണ്ട്, ഏറ്റവും അടുത്ത പൊതുപൂർവികർ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഞാനൊരു കാര്യം ചോദിക്കുകയാണെങ്കിൽ, ഫഞ്ചയുടെ ഏറ്റവും അടുത്ത പൊതുപൂർവികനിൽ നിന്നുണ്ടായ മറ്റൊരു സ്പീഷീസ് ഏതായിരുന്നു? അനിമേലിയ ആയിരുന്നു. മനസ്സിലായല്ലോ. ഇനി സ്പീസിയേഷൻ എന്താണെന്ന് നോക്കാം. ഒരു ജീവിഗണത്തിലെ അംഗങ്ങൾക്ക് പ്രത്യുൽപാദനത്തിലൂടെ വ്യതിയാനങ്ങളുള്ള സന്താനങ്ങളെ ഉൽപ്പാദിപ്പിക്കാമെങ്കിലും അവ ഒറ്റ സ്പീഷീസായി തന്നെ തുടരുന്നു. അതായത് നമ്മൾ ഓരോരുത്തരും വ്യത്യസ്തരാണ്, പക്ഷെ നമ്മളെല്ലാവരും എന്താണ്? മനുഷ്യഗണത്തിൽ പെടുന്നതാണ്, മനുഷ്യൻ എന്നതിൽ വരുന്നതാണ്. പ്രത്യുൽപാദനത്തിലൂടെ നമുക്ക് എന്ത് സംഭവിക്കുന്നുണ്ട്? വ്യതിയാനങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഒരേ അച്ഛൻ്റെയും അമ്മേൻ്റെയും മക്കൾ തന്നെ വ്യത്യസ്തരാണ്. വ്യതിയാനങ്ങൾ സംഭവിക്കുന്നുണ്ടെങ്കിൽ പോലും ഒറ്റ സ്പീഷീസായി തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? തുടരുന്നുണ്ട്. ജീവിഗണത്തിലെ അംഗങ്ങളെ പാരിസ്ഥിതിക ഘടകങ്ങളോ മറ്റോ എന്തൊക്കെയാണ്? മ്യൂട്ടേഷൻ, പ്രകൃതി നിർദ്ധാരണം, ജനിതക പുനഃസംയോജനം മുതലായ വഴി പരസ്പരം വേർപെടുത്തിയാൽ കാലക്രമേണ നിരവധി വ്യതിയാനങ്ങൾ കുമിഞ്ഞുകൂടിയേക്കാം. അതായത് ഇപ്പോൾ ഡാർവിൻ പറഞ്ഞ പോലെ പാരിസ്ഥിതികമായ വ്യത്യാസങ്ങൾ, അതായത് ഭക്ഷണത്തിൻ്റെ ലഭ്യത, കാലാവസ്ഥ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോഴോ, അല്ലെങ്കിൽ നിയോ ഡാർവിനിസത്തിൽ പറഞ്ഞ പോലെ ജീനുകളിലെ മ്യൂട്ടേഷൻ, പിന്നെ പ്രകൃതിയുടെ നിർദ്ധാരണം എന്താണ്? ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഡാർവിനിസത്തിൽ പറഞ്ഞ പോലെ തന്നെ പ്രകൃതിയുടെ പാരിസ്ഥിതിക ഘടകങ്ങൾ, ജനിതക പുനഃസംയോജനം, നേരത്തെ പറഞ്ഞ പോലെ രക്ഷിതാക്കളിൽ നിന്നും ജീന് വരുന്ന സമയത്ത് അവർ ലൈംഗിക ബന്ധങ്ങളുള്ള സമയങ്ങളിൽ അവരുടെ ജീനുകൾ എന്ത് ചെയ്യാം? കൈമാറ്റം ചെയ്യപ്പെട്ട് അവർ സംയോജിച്ച് വേറെ വ്യത്യസ്ത സ്വഭാവങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നത് വഴി കാലക്രമേണ അങ്ങനെ ഉണ്ടാകുന്ന വിഭാഗത്തെ മൊത്തത്തിൽ ഒരു ഭാഗത്തേക്ക് ബന്ധമില്ലാണ്ട് നിലനിർത്തിയാൽ അവിടെ എന്ത് ചെയ്യാം? നിരവധി വ്യതിയാനങ്ങൾ ഉണ്ടായേക്കാം. ജീവിഗണത്തിലെ അംഗങ്ങൾക്ക് പരസ്പരം പ്രത്യുൽപാദനം നടത്തി പ്രത്യുൽപാദനക്ഷമമായ സന്താനങ്ങളെ രൂപപ്പെടുത്താൻ കഴിയാത്ത അവസ്ഥയുണ്ടാകുന്നതോടെ ഈ വ്യത്യസ്ത സ്പീഷീസുകളായി പരിണമിക്കുന്നു. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇതാണ് ഇന്ത്യ എന്ന് വിചാരിച്ചോളൂ. ഇവിടെയാണല്ലോ കാശ്മീർ വരുന്നത്. കാശ്മീർ മൊത്തത്തിൽ ഇന്ത്യയിൽ നിന്നും ഇന്ത്യയിലെ ബാക്കി സംസ്ഥാനങ്ങളിൽ നിന്നും ഒരുപാട് വ്യത്യാസങ്ങളുള്ള ഒരു നാടാണ്. ഇപ്പോൾ നമ്മുടെ അവിടുത്തെ കാലാവസ്ഥയാണെങ്കിലും അവിടെ ആളുകളാണെങ്കിലും അവരുടെ ഭാഷയാണെങ്കിലും കുറച്ചുകൂടി എന്താണ്? ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും ഒരു വ്യത്യസ്തത കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെയാണ് നോർത്ത് ഇന്ത്യ ഒക്കെ വരുന്നത്. പിന്നെ നമ്മൾ സൗത്ത് ഇന്ത്യ, അങ്ങനെ വേറെ വേറെ കൾച്ചർ, കാലാവസ്ഥ എല്ലാം ഘടകങ്ങളായി വരുന്ന ഏരിയയാണ്. ഇപ്പോൾ ഇവർ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഈ ഹിമാലയത്തിൽ ഒരു പ്രത്യേകതരം കുരങ്ങുണ്ടെന്ന് വിചാരിക്കുക. ഒരു പ്രത്യേകതരം കുരങ്ങ് ഹിമാലയത്തിൽ ജീവിക്കുന്നുണ്ട്. അപ്പോൾ നിലവിലിപ്പോൾ കാശ്മീരിലെ കുരങ്ങിന് ഇന്ത്യയിലെ മറ്റ് സ്ഥലങ്ങളിലേക്ക് വരാൻ നമ്മൾ എന്താ പറയുക, വലിയ വിലക്കുകളൊന്നുമില്ല, അങ്ങനെയൊന്നുമില്ലല്ലോ. കാലാവസ്ഥപരമായി നോക്കുമ്പോൾ അവർ വരാൻ ചാൻസ് ഇല്ലെങ്കിൽ പോലും അവർ തൊട്ടടുത്ത പ്രദേശങ്ങളിലേക്കൊക്കെ പോകുന്നുണ്ടായിരിക്കാം. അവിടെയുള്ള കുരങ്ങുകളുമായും ലൈംഗിക ബന്ധത്തിലൊക്കെ ഏർപ്പെട്ട് അവിടെ ഇവർക്ക് രണ്ടുപേർക്കും കൂടെ കുഞ്ഞുങ്ങൾ ഉണ്ടാവുന്നുണ്ടായിരിക്കാം. നമുക്കൊന്നും അറിയുന്ന കാര്യങ്ങളെല്ലാം ഒക്കെ നടക്കുന്നുണ്ടായിരിക്കും. ഇതൊന്നും നമ്മൾ എന്ത് ചെയ്തിട്ടില്ല? ലിമിറ്റ് ചെയ്തിട്ടില്ല. പക്ഷേ ഇപ്പോഴത്തെ നമ്മളിപ്പോൾ പഠിച്ച സ്പീസിയേഷൻ എന്നുള്ള ഇതിൻ്റെ ഭാഗമായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാണ്? ഇവിടെ ഫുൾ ഒരു ബൗണ്ടറി വെച്ചിട്ട് ഇനി മുതൽ കാശ്മീരിലെ കുരങ്ങുകൾ ഇന്ത്യയിലെ ബാക്കി ഒരു സംസ്ഥാനങ്ങളിലേക്കും കടക്കണ്ടെന്ന് തീരുമാനിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും? അവർ പിന്നീട് എങ്ങനെയായിരിക്കും ജീവിക്കുക? കാശ്മീരിലെ കുരങ്ങുകൾ തമ്മിൽ തന്നെ ആയിരിക്കും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതും കുഞ്ഞുങ്ങൾ പ്രത്യുൽപാദനം നടത്തുന്നതെല്ലാം എങ്ങനെയായിരിക്കും? കാശ്മീരിലെ കുരങ്ങുകൾ തമ്മിലായിരിക്കും. അവയ്ക്ക് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളുമായിട്ട് യാതൊരു ബന്ധം ഉണ്ടാവില്ല, അവിടെ ചുറ്റുപാടുമായിട്ട് യാതൊരു ബന്ധം ഉണ്ടാവില്ല. അവരെന്ത് ചെയ്തു? അവിടെ തന്നെ പെറ്റുപെരുകാൻ തുടങ്ങി. അവരിൽ വ്യത്യസ്ത സ്വഭാവങ്ങൾ, വ്യതിയാനങ്ങൾ എന്ത് ചെയ്യാം? കുമിഞ്ഞുകൂടാം. പിന്നീട് ആ ബന്ധമില്ലായ്മ തുടരുകയാണെങ്കിൽ ഒരു വ്യത്യസ്ത സ്പീഷീസായിട്ട്, വ്യത്യസ്ത തരം കുരങ്ങായിട്ട് എന്ത് ചെയ്യാം? അവർ പരിണമിക്കപ്പെട്ടേക്കാം. അപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞ കാര്യം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പരിണാമത്തിൻ്റെ തെളിവുകളാണ്. ഇപ്പോൾ നമ്മൾ പരിണാമം നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞു, അതിൻ്റെ തിയറികൾ നമ്മൾ പറഞ്ഞു. ഡാർവിനിസം, ലാമാർക്കിസം,
പിന്നെ വേറെ സയൻറ്റിസ്റ്റുകളുടെ കണ്ടെത്തലുകൾ പഠിച്ചു, നിയോ ഡാർവിനിസം പഠിച്ചു. ഇനി അതിൻ്റെ തെളിവുകൾ എങ്ങനെയാണ്, നമുക്ക് എങ്ങനെയാണ് പരിണാമം നടക്കുന്നുണ്ടെന്ന് മനസ്സിലായത് എന്നുള്ളത് നോക്കാം. ജീവപരിണാമത്തിന് ഉപോൽപകമായ തെളിവുകൾ അനവധിയാണ്. ജീവികളിലെ തന്മാത്രകളുടെ താരതമ്യ പഠനം മുതൽ ഭൂമിയിലെ ജീവികളുടെ വിന്യാസം വരെയുള്ള പഠനം ജീവികൾ തമ്മിലുള്ള പരസ്പരം ബന്ധം മനസ്സിലാക്കാൻ നമ്മെ സഹായിക്കുന്നു. തന്മാത്രാ ജീവിശാസ്ത്രത്തെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ഒരു ജീവിയിലെ DNA-യിലെ ന്യൂക്ലിയോടൈഡുകളുടെ ക്രമവും പ്രോട്ടീനുകളിലെ അമിനോ ആസിഡുകളുടെ ക്രമവും മറ്റു ജീവികളുടേതുമായി താരതമ്യം ചെയ്യുന്നതിലൂടെ ജീവികളുടെ പരിണാമപരമായ ബന്ധം കണ്ടെത്താനാകുന്നു. അതായത് ഇവിടെ A എന്ന് പറയുന്ന ഒരു ജീവി വിഭാഗം, ഇവിടെ B എന്ന് പറയുന്ന ഒരു ജീവി വിഭാഗം. നമ്മളിവിടെ തന്മാത്രാ ജീവശാസ്ത്രം ആണ് പഠിക്കുന്നത്. തന്മാത്രാ ജീവശാസ്ത്രം എങ്ങനെയാണ് പഠിക്കുന്നത് നോക്കാം. ഇവിടെ എന്ത് ചെയ്തു, എൻ്റെയും ബിൻ്റെയും എയുടെ DNA-യിലെ ന്യൂക്ലിയോടൈഡ് എടുത്തു. ന്യൂക്ലിയോടൈഡ് എടുക്കുന്നു. ഇവിടെ അവരുടെ തന്നെ പ്രോട്ടീൻ എന്ന് പറയുമ്പോൾ പ്രോട്ടീന് എടുക്കുന്നു. അതിലെ അമിനോ ആസിഡുകളെ പറ്റി പഠിക്കുന്നു. ഇങ്ങനൊരു പഠനം എയുടെ കാര്യം നടക്കുന്നുണ്ട്. അതേപോലെ തന്നെ ബിയുടെ DNA-യും ബിയുടെ പ്രോട്ടീനും പഠിക്കുന്നു. DNA എങ്ങനെയാണ്, ന്യൂക്ലിയോടൈഡുകളിലൂടെ പഠിക്കുന്നു. പ്രോട്ടീൻ എങ്ങനെയാണ്, അമിനോ ആസിഡുകളിലൂടെ പഠിക്കുന്നു. ഇവ തമ്മിൽ എയുടെ DNA ബിയുടെ DNA-യുമായി താരതമ്യം ചെയ്യുന്നു. എയുടെ പ്രോട്ടീൻ ബിയുടെ പ്രോട്ടീനുമായി താരതമ്യം ചെയ്യുന്നു. അതുപോലെ C-D-E എന്ന് പറഞ്ഞ് വ്യത്യസ്ത തരം സ്പീഷീസുകളുമായി താരതമ്യം ചെയ്യുന്നു. അതായത് ഇതൊക്കെ എന്താണ്, തന്മാത്രയാണ്. പ്രോട്ടീനിലുള്ള തന്മാത്രയാണ് അമിനോ ആസിഡ് എന്ന് പറയുന്നത്. DNA-യിലുള്ള ഒരു തന്മാത്രയാണ് ന്യൂക്ലിയോടൈഡ് എന്ന് പറയുന്നത്. അപ്പോൾ തന്മാത്രയുടെ ജീവശാസ്ത്രം നോക്കിയിട്ട് എന്ത് ചെയ്യുന്നു, നമ്മൾ കമ്പയർ ചെയ്യുന്നു, താരതമ്യപ്പെടുത്തി നമ്മൾ പഠിക്കുന്നു. ശ്വസനവർണ്ണകമായ ഹീമോഗ്ലോബിനിലെ പ്രോട്ടീൻ തന്മാത്രയാണ് ഗ്ലോബിൻ എന്ന് നിങ്ങൾക്കറിയാമല്ലോ, നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതായത് നമ്മുടെ ഹീമോഗ്ലോബിൻ എന്ന് പറഞ്ഞതുണ്ടല്ലോ, രക്തത്തിന് ചുവപ്പ് നിറം നൽകുന്ന അണുവാണ് ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത്. അദ്ദേഹത്തിൽ ഒരു ഗ്ലോബിൻ എന്നുള്ളൊരു തന്മാത്രയുണ്ട്. മനുഷ്യരിലെ ഗ്ലോബിൻ തന്മാത്രയിലെ ബീറ്റ ശൃംഖലയിലെ അമിനോ ആസിഡുകളുടെ ക്രമീകരണം മറ്റ് ജീവികളുടേതുമായി താരതമ്യപ്പെടുത്തിയിരിക്കുന്ന പട്ടിക 2.1 സൂചകങ്ങളുടെ അടിസ്ഥാനത്തിൽ വിശകലനം ചെയ്ത നിഗമനങ്ങൾ രൂപീകരിക്കൂ. ഇവിടെ ജീവികൾ ഏതൊക്കെയാണെന്നുണ്ട്. അപ്പോൾ ഇതാണ് ആൽഫ ശൃംഖല, ഇതാണ് ബീറ്റ ശൃംഖല. ആൽഫ ശൃംഖല, ബീറ്റ ശൃംഖല. നമ്മളിവിടെ ബീറ്റ ശൃംഖലയെ എന്ത് ചെയ്യാണ്, വ്യത്യസ്ത ജീവികളുടെ ബീറ്റ ശൃംഖലയുമായിട്ട് താരതമ്യപ്പെടുത്തുകയാണ്. ബീറ്റ ശൃംഖല എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മളെന്താണ് ബീറ്റ ശൃംഖല എവിടെ നിന്നാണ് കിട്ടുക, ഹീമോഗ്ലോബിൻ ഉണ്ട്, ഹീമോഗ്ലോബിനകത്തൊരു ഗ്ലോബിൻ ഉണ്ട്. ഗ്ലോബിനിലെ ബീറ്റ ശൃംഖലയിലെ അമിനോ ആസിഡുകളുടെ ക്രമീകരണമാണ് നോക്കുന്നത്. അത് നോക്കുന്ന സമയത്ത് ബീറ്റ ശൃംഖലയിലെ അമിനോ ആസിഡുകളിൽ മനുഷ്യരുമായുള്ള വ്യത്യാസങ്ങളുടെ എണ്ണം, ചിമ്പാൻസിക്ക് വ്യത്യാസങ്ങളില്ല. അതായത് ചിമ്പാൻസിയുടെ ബീറ്റ ശൃംഖലയിലെ അമിനോ ആസിഡുകളും മനുഷ്യരുടേതും 0 വ്യത്യാസമാണ്, ഒരു വ്യത്യാസവുമില്ല. ഗൊറില്ലയുമായി ഒരു വ്യത്യാസമുണ്ട്, എന്തോ ചെറിയ പോയിന്റിലുള്ള വ്യത്യാസമേ ഉള്ളൂ. എലികളുമായി 31 വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ എന്താണ് മനസ്സിലാക്കുന്നത്, ചിമ്പാൻസി നമ്മളോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന ഒരു ജീവിവർഗമാണ്. തൊട്ടടുത്ത് തന്നെ ഗൊറില്ല ഉണ്ട്. എലി നമ്മളുമായി ഒരുപാട് ദൂരെ നിൽക്കുന്ന ജീവിയാണ്. മനുഷ്യരുമായി പരിണാമപരമായ ബന്ധം ഏറ്റവും കൂടുതലുള്ള ജീവി ഏതാണ്, ചിമ്പാൻസിയാണ്. മനുഷ്യരുമായി വിദൂരമായ പരിണാമബന്ധം പുലർത്തുന്ന ജീവി എലികളാണ്. ഇപ്പോൾ നിലവിൽ തന്നിട്ടുള്ളതാണ് കേട്ടോ. ഇതിനേക്കാൾ അടുത്ത ബന്ധമുള്ളവരും ഇതിനേക്കാൾ അകന്ന ബന്ധമുള്ളവരും ഉണ്ടായിരിക്കാം. നമ്മളിപ്പോൾ ബീറ്റ ചെയിൻ എടുത്തത് ഇവരുടെ 3 പേരുടെയും മാത്രം ആയതുകൊണ്ടാണ്. ജീവികൾ തമ്മിലുള്ള പരിണാമപരമായ ബന്ധം കണ്ടെത്തുന്നതിന് തന്മാത്രാ ജീവശാസ്ത്രം എപ്രകാരം സഹായിക്കുന്നു. എന്താണ്, നമുക്ക് തന്മാത്രാ ജീവശാസ്ത്രം വഴിയാണ് അകത്ത് കിടക്കുന്ന
ഓരോ മേഖലയിലെ തന്മാത്രകളെ എടുത്ത് അതിനെ താരതമ്യപ്പെടുത്തി അവയുമായുള്ള മനുഷ്യൻ്റെ വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ പരസ്പരം ജീവികൾ തമ്മിലുള്ള സസ്യങ്ങൾ തമ്മിലുള്ള വ്യത്യാസങ്ങൾ കണ്ടുപിടിക്കാൻ സഹായിക്കുന്നത്. അതുവഴിയാണ് ഇവരുടെ പൂർവികർ ആരാണെന്നും ആ പൂർവികരിൽ നിന്ന് ഇവർ ഇങ്ങോട്ട് എങ്ങനെ എത്തിയെന്നും അതിലെന്തൊക്കെ വ്യത്യാസങ്ങൾ വന്നു എന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, പഠിക്കാൻ പറ്റുന്നത്. തന്മാത്രാ തലത്തിലുള്ള സാമ്യ വ്യത്യാസങ്ങളെ ശരീരഘടനാ താരതമ്യം, ഫോസിൽ പഠനം എന്നിവയിൽ നിന്നുള്ള അറിവുകളുമായി ബന്ധിപ്പിച്ചാണ് പരിണാമവൃക്ഷം ചിത്രീകരിക്കുന്നത്. എന്തായിരുന്നു പരിണാമവൃക്ഷം? നമ്മളിവിടെ പരിണാമവൃക്ഷം പഠിച്ചില്ലേ? ഇതാണ് ഇപ്പോൾ പഠിച്ചതാണ് പരിണാമവൃക്ഷം. ഇതെല്ലാം വരയ്ക്കുന്നതിനും കണ്ടെത്തുന്നതിനും തന്മാത്രാ ജീവശാസ്ത്രത്തിന് വലിയ പങ്കുണ്ട് എന്നുള്ളത് നമ്മൾ ഇതിനോടകം മനസ്സിലാക്കി കഴിഞ്ഞു. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെ ചിമ്പാൻസി, മനുഷ്യൻ, ഗൊറില്ല, കുരങ്ങ് ഇവയുമായുള്ള വ്യത്യാസം, DNA ശ്രേണിയുടെ താരതമ്യമാണ് ഇവിടെ നടക്കുന്നത്. ഇതാണ് മനുഷ്യൻ്റെ DNA ശ്രേണി. ഇത്രയും വരുന്നുണ്ട്. അതായത് ഏകദേശം 96നും 100നും ഇടയിലായിട്ട് മധ്യഭാഗത്തായിട്ടാണ് മനുഷ്യൻ്റെ DNA ശ്രേണി കൊടുക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് കുറച്ചുകൂടെ 100% അടുത്ത് ഇതാണ് 100% വരുന്നത്. ഇപ്പോൾ നമ്മളിവിടെ ചിമ്പാൻസിൻ്റെയാണ് പഠിക്കുന്നത്. അതുമായി കമ്പയർ ചെയ്യുമ്പോൾ മനുഷ്യനും ഗൊറില്ലയും കുരങ്ങും എവിടെ വരുന്നു എന്നാണ് നോക്കുന്നത്. അപ്പോൾ മനുഷ്യരാണ് ചിമ്പാൻസിയുമായി ഏറ്റവും അടുത്ത് കിടക്കുന്നത്. കുറച്ചകലെയായിട്ട് ഗൊറില്ല ഉണ്ട്, കുരങ്ങുകൾ കുറച്ചും കൂടി അകലെയായിട്ടുണ്ട്. അപ്പോൾ എലികളൊക്കെ വരയ്ക്കുകയാണെങ്കിൽ ഇവിടെയൊക്കെ വരും. മനസ്സിലായല്ലോ? അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ക്ലാസ്സിൽ പഠിക്കാനുള്ളത്. ചിമ്പാൻസിയുടെ DNA ശ്രേണി മറ്റു ജീവികളുടെ DNA ശ്രേണിയുമായി പൊരുത്തപ്പെടൽ ശതമാനത്തിൽ കൊടുത്തതാണ്. ചിമ്പാൻസിയുടെ 100 ആണെങ്കിൽ 96, 92 എന്നുള്ള സൂചകങ്ങൾ വെച്ചിട്ട് കമ്പയർ ചെയ്ത് പറഞ്ഞതാണ്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച്.